ചന്ദ്ര തിരികെ മുറിയിലേക്ക് വരികയാണ്. ഈ സമയം രവീന്ദ്രൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ചന്ദ്ര ചോദിക്കാണ്, എന്താ നിങ്ങളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ? എന്നോട് ദേഷ്യത്തിലാണോ? രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കിട്ടിയ പണം കൊണ്ട് അവൾ ഭദ്രമാക്കി സൂക്ഷിച്ചു വെക്കാണ്. എങ്ങനെയൊക്കെ ആയാലും കുറച്ച് ക്യാഷ് ഒത്തല്ലോ. എങ്കിലും ഇവൻ ഈ സമയത്തിനുള്ളിൽ എവിടെ നിന്ന് ക്യാഷ് ഒപ്പിച്ചു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വല്ല പലിശയ്ക്ക് എടുത്തായിരിക്കും, അനുഭവിക്കട്ടെ രണ്ടും കിടന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങാണ്. രവിയേട്ടാ, നിങ്ങൾ എന്തിനാ എന്നോട് മിണ്ടാതിരിക്കുന്നത്? ഞാനതിന് എന്ത് തെറ്റ് ചെയ്തു? നീ എന്ത് തെറ്റ് ചെയ്തെന്ന് നിനക്കറിയില്ലേ? ഒന്നുമില്ലെങ്കിലും നീ പ്രസവിച്ചവൻ തന്നെയല്ലേ സച്ചി? സുധിയും ശ്രീകാന്തും കിടന്ന അതേ വയറ്റ് തന്നെയല്ലേ അവനും കിടന്നത്? അവരെ പ്രസവിച്ച പോലെ തന്നെ വേദന അനുഭവിച്ച് നൊന്തല്ലേ നീയും പ്രസവിച്ചത്? പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് സച്ചിയോട് മാത്രം ഇഷ്ടത്തിലേക്ക് ദേഷ്യം? എനിക്ക് അവനോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. പിന്നെ പണ്ട് തൊട്ടേ അവനോട് ഒരകൽച്ചുള്ളത് നിങ്ങൾക്കറിയാലോ. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തിയാണല്ലോ അവൻ താലി കെട്ടിയത്. അവൻ താലി കെട്ടിയതാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ മകൻ സുധിക്ക് വേണ്ടി ആലോചിച്ച പെണ്ണല്ലായിരുന്നു രേവതി. എന്നിട്ട് ആ സമയത്ത് അവൻ നമ്മുടെ കാശും കൊണ്ട് അടിച്ചോണ്ട് ഒളിച്ചോടി പോയതുകൊണ്ടല്ലേ ഈ ഒരു ഗതി വന്നത്? അതുകൊണ്ടല്ലേ അവളെ സച്ചി കെട്ടേണ്ടി വന്നത്? എന്നിട്ടെന്താ, എന്റെ വാക്കനുസരിച്ച് അവൻ ആ പെണ്ണെ വിവാഹം കഴിച്ചു. നന്നായിട്ട് അവളെ നോക്കുന്നില്ലേ എന്ന് ചോദിക്കാണ്. അതുകൊണ്ട് നീ ആഗ്രഹിച്ചതുപോലെയുള്ള ശ്രുതി എന്ന് പറഞ്ഞ മരുമകളെയും നിനക്ക് കിട്ടിയല്ലോ എന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെയാ. അന്ന് അവൻ എന്റെ മോൻ ഒളിച്ചോടാൻ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചതുകൊണ്ട് ശ്രുതിയെപ്പോലൊരു വലിയ വീട്ടിലെ മരുമകളെ എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഈ ദരിദ്രവാസിയായ രേവതി എന്റെ മോന്റെ തല കുടുങ്ങിയാനെ എന്ന് പറയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിലും അവളുടെ അനിയൻ കാണിച്ചത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്നോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ടാ അവനത് കാണിച്ചത്. എന്നാലും നീ കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഒരേ കുടുംബമല്ലേ നമ്മളെല്ലാം. ഒന്നുമില്ലെങ്കിലും അവള് നമ്മളുടെ മരുമകളല്ലേ, അതെങ്കിലും നീ ഓർക്കണമായിരുന്നു. ഒന്നും മിണ്ടാതെ എടുത്തിയാടി ബാഗുമായിട്ട് നീ ഇറങ്ങിപ്പോയി. തിരിച്ചൊരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ഓർത്തതാ. പിന്നെ ഇത് നിന്റെ വീടാണെന്ന് നീ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാ പിന്നെ ഞാനൊന്നും പറയാത്തത്. എനിക്കിവിടെ ഒരു വോയിസും ഇല്ലല്ലോ. രവിയേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത് നമ്മുടെ വീടല്ലേ. രവിയേട്ടൻ എന്റെ സ്ഥലമാണെങ്കിലും രവിയേട്ടനാണല്ലോ ഈ വീടൊക്കെ പണിതത്. പക്ഷെ നീ ഒരിക്കലും അങ്ങനെ പറയുന്നില്ലല്ലോ ചന്ദ്രേ. എന്റെ വീടാ എന്റെ വീടാ എന്റെ വീടാന്ന് തന്നെയല്ലേ നീ പറയുന്നത്? സച്ചിൻ രേവതി ഇവിടെ നിറങ്ങിയാലേ നീ ആ പരാതി പിൻവലിക്കുള്ളെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിനിപ്പോ ആവശ്യം വന്നില്ലല്ലേ രവിയേട്ടാ? അതിനു മുമ്പേ പരാതി ഞാൻ പിൻവലിച്ചല്ലോ. എങ്ങനെ? ആ പാവങ്ങളുടെ കയ്യിന്ന് പൈസ മേടിച്ചിട്ട് ആ പാവൻ രാവിലോട്ടോ അയ്യോളം കെട്ടിയും ഈ വീട്ടിലെ പണികൾ തീർത്തും ആ സ്കൂട്ടി കൊണ്ട് കറങ്ങി നടന്നുമൊക്കെ 5ഉം 10ഉമായിട്ട് കിട്ടുന്നത് കൊണ്ട് ശേഖരിച്ച പൈസ. അവനാണെങ്കിലോ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഓട്ടം കൊണ്ടാ അവൻ ബാക്കി കാര്യങ്ങൾ നടത്തുന്നത്. ഇതെല്ലാം അറിയാഞ്ഞിട്ടും ഇത്രയും വലിയ തുക നീ അവരോട് ചോദിച്ചല്ലോ എന്ന് പറയാണ്. എന്റെ പൊന്നു രവിയേട്ടാ, ഇതെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വിലയുണ്ടാവും? അവളുടെ അനിയൻ ഇനി ഇങ്ങനെ കാണിക്കില്ലേ? കാണിക്കാതിരിക്കാനാ ഞാൻ അങ്ങനെ ചെയ്തത്. ചേച്ചിയും ചേട്ടനും വീട്ടുകാരും ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് അവൻ മനസ്സിലാക്കട്ടെ. ജയിലിൽ പോകാതെ അവൻ ഇത്രയും കാശ് മുടക്കി തന്നെ രക്ഷപ്പെടുത്തിയെന്ന് അവൻ തിരിച്ചറിയുമ്പോഴേ അവന്റെ ഉള്ളിലും ഒരു തിരിച്ചറിവുണ്ടാവുമല്ലോ. അങ്ങനെ അവൻ ഇനി നന്നായി പഠിക്കുമല്ലോ. അവന്റെ ആ ചീത്ത കൂട്ടുകെട്ടെല്ലാം മാറി അവൻ നല്ല രീതിക്കാവട്ടെ. അതിനുവേണ്ടി കൂടിയാ ഞാനിത് ചെയ്തത്. ചന്ദ്രേ, നിന്റെ മനസ്സിൽ നീ അവരെക്കുറിച്ച് നന്നായിട്ട് കരുതിയെന്നോ? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും രവിയേട്ടൻ വിശ്വസിക്കില്ല. ഇനിയിപ്പോ അവന് നന്നായിട്ട് നടന്നോളൂ. ഇനിയിപ്പോ കേസും പരാതിയും എല്ലാം മാറിയല്ലോ. അവനിനി സ്വസ്ഥമായിട്ട് കോളേജിൽ പോയി പഠിക്കാലോ എന്ന് പറയാണ്. എന്തൊക്കെയാണേലും എന്റെ മോനെയും മരുമകളെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനല്ലായിരുന്നോ നിന്റെ ധൃതി? നിന്റെ തീരുമാനം അതല്ലായിരുന്നോ? ചന്ദ്ര പറയാണ്, ഞാൻ പറഞ്ഞല്ലോ അവളെ എനിക്ക് കണ്ണിന് കണ്ടുകൂടാ. എനിക്ക് ചതുർത്ഥിയാ. അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അതിപ്പോഴൊന്നല്ല, എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒറ്റ ചിന്തയേ ഉള്ളൂ. അവൾ എന്ന് ഈ വീട്ടിൽ പോകുന്നോ അന്നേ എൻ്റെ കഷ്ടകാലം മാറുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ നാശം പിടിച്ചവൾ ഈ വീട്ടിൽ എന്ത് കാലുകുത്തിയോ അന്ന് തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാ. അപ്പോ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കങ്ങനെ പറയാം, പക്ഷെ ഒരിക്കലും എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല. രേവതി മോള് വന്നതിന് ശേഷം ഈ വീടൊരു വീടായി. എന്ത് ഐശ്വര്യമാ ഈ വീട്ടില്. രേവതി മോളെ കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാ നിനക്കറിയോ? ഞാൻ ചെയ്തു പോയ മഹാപാപത്തിന്റെ പേരിലാണ് ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. എങ്കിൽ പോലും അതൊരു ഈശ്വരന്റെ നിശ്ചയാണെന്നാ ഞാൻ കരുതുന്നേ. സച്ചി എങ്ങനെ വഴിപഴിച്ച് നടന്നുകൊണ്ടിരുന്നവനാ. മദ്യപാനവും കൂട്ടുകെട്ടും അടിപിടിയൊക്കെ ആയിക്കൊണ്ട് ഇപ്പൊ അവൻ എന്തുമാത്രം മാറിപ്പോയെന്ന് നീ കണ്ടോ? നല്ലൊരു കുടുംബസ്ഥനായില്ലേ? നിന്റെ മകൻ തന്നെയല്ലേ അവനും ഈ
വീടിന് തന്നെ എന്തൊരു ഐശ്വര്യവാ എന്ന് പറയാണ്. എന്തൊക്കെയാണേലും നീ പറഞ്ഞല്ലോ, രേവതി മോൾ വന്ന് കയറിന് ശേഷമാണല്ലോ നിന്റെ കാശുകാരായ 2 മരുമക്കൾ വന്ന് കയറിയത്. അവളുടെ ഐശ്വര്യം കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. രവീന്ദ്രൻ പറയാണ്, ഇനി എങ്ങാനും സച്ചിയും രേവതിയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൂടെ എന്നെയും കൂടി നീ മറന്നേക്കണം. അവരെങ്ങോട്ട് പോകുന്നോ ആ കൂടെ ഞാനും കാണും. സച്ചിൻ രേവതി എവിടെയാണോ ഞാൻ അവിടെയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഓ, ഒരു സച്ചിൻ രേവതി എന്ത് പറഞ്ഞാലും ഈ രവിയേട്ടന് ഇത് മാത്രമേ ഉള്ളൂ. ഇവള് വന്ന് കയറിയാന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ നാശം എന്തൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ആളോടെ നിൽക്കുകയാണ്. ശരത്ത് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സച്ചിയും രേവതിയും അവിടെ ചെല്ലുന്നുണ്ട്. ശരത്താണല്ലോ സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ആ ആനിയുടെ കൂടെ കൂടി ഞാൻ ഒരുപാട് നിങ്ങളെ ഉപദ്രവിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി മറക്കുമായിരുന്നൊക്കെ എനിക്കറിയാം. ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. ആനിനെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു എന്നൊക്കെ പറയാണ്. മോനെ, നിന്റെ ഈ പ്രായത്തിൽ ഏതൊക്കെ കൂട്ടുകെട്ട് എങ്ങനെയൊക്കെ ചാടിക്കളയൊന്നും പറയാൻ സാധിക്കില്ല. നിന്റെ കുഴപ്പമല്ല, നിന്റെ പ്രായത്തിൻ്റെയാ. എടുത്തിയാട്ടവും ചോരത്തിളപ്പുള്ള പ്രായമല്ലേ. ഇപ്പം എന്താ കാണിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവില്ല. അതൊരു തിരിച്ചറിവുണ്ടായി നമ്മൾ അതിന് കരകയറുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ആനണി ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാ. അതേ സച്ചിയേട്ടാ, സച്ചിയേട്ടന് വേണ്ടി ഓരോന്നും ചെയ്യാൻ അവൻ എന്നെ പറഞ്ഞ് പ്രേരിപ്പിക്കായിരുന്നു. അന്ന് തന്നെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആ ഡ്രസ്സുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന് അലമുണ്ടാക്കാൻ പറഞ്ഞു വിട്ടത് പോലും അവനാ. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ജയിലിൽ വേണേലും കിടക്കാൻ ഞാൻ തയ്യാറായിരുന്നു അവന് വേണ്ടിയിട്ട്. അന്ന് ഞാൻ ജയിലിൽ പോയതെല്ലാം അവൻ കാരണം സച്ചേട്ടാ. എല്ലാം അവൻ പറഞ്ഞിട്ടാ. ഈ ഒരു ക്യാഷിൻ്റെ കാര്യം പോലും അവൻ പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. ആന്റണിക്കുള്ളത് ഞാൻ വേണ്ട വിധം പിന്നെ സൗകര്യം പോലെ കൊടുത്തോളാം. അവനെ ഇടയ്ക്ക് ഞാനൊന്ന് ജയിലിൽ കയറ്റിയതാണല്ലോ. അതുകൊണ്ട് അവൻട്ടുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ വിഷമിക്കണ്ട. നിന്റെ ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പഠിത്തം. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്റെ അച്ഛൻ മരിച്ചു. നിന്റെ 2 ചേച്ചിമാര്, അതിലിതാ ഒരാളെ ഞാൻ വിവാഹം കഴിച്ചു. അവളിപ്പോൾ അവളുടെ ഇതിൽ ജീവിക്കുന്നുണ്ട്. ഇനിയുള്ളത് ദേവുവ. അവൾക്കും ജോലി ആവാറായിട്ടുണ്ട്. പിന്നെ നിന്റെ അമ്മയെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത. ദേവുവിൻ്റെ കല്യാണം, വീട്ടിലെ കാര്യങ്ങൾ, ബാക്കിയെല്ലാം ഇനി നീയാ നോക്കേണ്ടത്. നീ ആ വീട്ടിലെ ആണ്ടരി. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിന്റെ ഒരു കണ്ണു വേണം. ദേവുവിനെ ഉടനെ വിവാഹം കഴിച്ച് പോകാനുള്ള കൊട്ടിയാ. പിന്നെ ഈ വീട് നോക്കേണ്ടത് നീയാ, നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന്. അതുകൊണ്ട് നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്. എനിക്കോ പഠിത്തമോ ജോലിയോ ഒന്നും സെറ്റായില്ല. അതുകൊണ്ടാ ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയുമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്. അതേസമയം ശ്രീകാന്ത് കണ്ടോ, നല്ലൊരു ജോലിയിലേക്ക് കയറി. എൻ്റെ ഏട്ടന് 6 ഡിഗ്രി ഉണ്ടായിട്ടും അവനൊരു പൊട്ടനായിട്ടാണ് അവൻ ഒന്നിലെത്താതായത്. എങ്കിലും ആ പെണ്ണുമ്പിള്ളയ്ക്ക് കുറച്ചെങ്കിലും ബോധമുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് അവർ ജീവിക്കുന്നു. അതുപോലെ നീയും ഏതെങ്കിലും നല്ല നിലയിലെത്തണം. ആരുടെയും കാല് പിടിക്കാതെ, ആരുടെയും കീഴിൽ ജോലി ചെയ്യാതെ നല്ലൊരു ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും നീ സമ്പാദിക്കണം. അമ്മയ്ക്ക് കൂട്ടായിട്ടിരിക്കണം എന്നൊക്കെ പറയാണ്. അല്ല മോളെ, ആ കാശ് നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ചതാ? അത്രയും തുകയൊക്കെ ഇത്രയും സമയം കൊണ്ട് എവിടെ നിന്നുണ്ടാക്കി? അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ, ഈശ്വരനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ദേ സച്ചേട്ടൻ്റെ അച്ഛൻ്റെ രൂപത്തിൽ. എന്നെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് പോയപ്പോൾ സത്യമായിട്ടും എനിക്കത് തീരെ ഇഷ്ടമില്ലായിരുന്നു. അതും മദ്യപാനിയായ സച്ചേട്ടൻ്റെ കൂടെ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് ഉറപ്പായും കിട്ടില്ലായിരുന്നു. സച്ചേട്ടന് ഇത്ര മാറ്റെടുക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ ആ പാവ അച്ഛൻ എന്നെ സ്വന്തം മോളെക്കാട്ടിലും അപ്പുറം എന്നെ അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ബാക്കിയുള്ള 5 മക്കളെക്കാട്ടിലും എന്നെയാ കൂടുതൽ സ്നേഹിക്കുക. ഞാൻ അച്ഛൻ്റെ മരുമകളല്ല, മകളാണെന്നാണ് എപ്പോഴും പറയാറ്. ആ അച്ഛനാ ഞങ്ങൾക്ക് ആ പണം തന്നത്, അമ്മ അറിയാതെ എന്ന് പറയുന്നുണ്ട്. അയ്യോ ചേച്ചി, ആ കാര്യം കാണാം. ഇനി ആ ചന്ദ്രമതി അമ്മ അറിഞ്ഞാൽ പിന്നെ അത് വിഷയമാവില്ലേ? വിഷയമാവും. പക്ഷെ ഇത് അമ്മ അറിഞ്ഞിട്ടില്ല. അച്ഛൻ രഹസ്യമായി തന്ന പൈസയല്ലേ. എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ ഒരു കൊള്ളക്കം ഉണ്ടാവും. അതപ്പം നോക്കാം. എന്തായാലും ഇപ്പം കേസൊക്കെ പിൻവലിച്ചല്ലോ, അതുതന്നെ വലിയ ആശ്വാസം. ആ പാവം അച്ഛനെ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ലമ്മേ എന്ന് പറയാണ്. എന്തായാലും അമ്മയും ദേവും നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരുമ്പോഴൊന്നും ഈ കാര്യത്തെപ്പറ്റി അറിയാതെ പോലും സംസാരിച്ച് പോകരുത്. അച്ഛനാണ് ഈ പണം തന്നെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ഒരു ഇതുപോലും നിങ്ങൾ കൊടുക്കരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ അതിലും വലിയ വിഷയം ഉണ്ടാക്കും എന്ന് പറയാണ്. ഇല്ല മോളെ, ഞങ്ങൾ അങ്ങോട്ട് ഇനി ഉടനെ എങ്ങും വരുന്നില്ല. സച്ചി പറയാണ്, നിങ്ങളുടെ മോളെ കാണാൻ തോന്നുമ്പോൾ നിങ്ങൾ വരണം. നിങ്ങളെന്തിനാ പേടിക്കുന്നേ? അതിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തിനാ മോനെ, ഓരോ തവണ വരുമ്പോഴും ഞങ്ങൾ അപമാനപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങാറ്. പിന്നെ നിന്നെയും ഇവളെയും അതുപോലെ അദ്ദേഹത്തെ ഓർത്ത് മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ അതും വേണ്ട. കുറേ നാളത്തേക്കിന് പരസ്പരം കാണാതിരിക്കുന്നത് നല്ലത്. ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ തോന്നുമ്പോൾ ഞങ്ങൾ വിളിപ്പിക്കാം. നിങ്ങൾ വന്നാൽ മതി. ഇത്രയും ദൂരമല്ലേ ഉള്ളൂ.
പരസ്പരം ഒന്ന് കാണാൻ തോന്നുമ്പം അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ പൊട്ടിക്കരയുന്നുണ്ട്. രേവതി അമ്മയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്തായാലും കേസൊക്കെ മാറിയല്ലോ. എടാ സച്ചിടൻ പറഞ്ഞെല്ലാം കേട്ടല്ലോ. എല്ലാം ഓർത്തു വെച്ചണം മനസ്സിൽ. ദേവു മോളെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് സച്ചിൻ രേവതിയും കൂടി തിരിച്ചു പോവാണ്. ശരത്തിനോട് ദേവ് പറയുന്നുണ്ട്, എത്ര തവണ നിന്നോടൊക്കെ പറഞ്ഞതാ, തലേ കയറണ്ടേ. സോറി ചേച്ചി, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഇനിയിപ്പോ ആന്റണി എന്നല്ല ആര് ശ്രമിച്ചാലും എന്നെ മാറ്റാൻ പറ്റില്ല. ഞാനിനി പഠിച്ച് നല്ല രീതിക്ക് എന്റെ സച്ചിയുടെയും എന്റെ ചേച്ചിയുടെയൊക്കെ മുമ്പിൽ നിന്ന് കാണിക്കും. പിന്നെ എന്നെ ജയിലിലേക്കാൻ ശ്രമിച്ച ആ തള്ളയുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഞാൻ വിജയിച്ച് നിന്ന് കാണിക്കും. അതായി എന്റെ വാശി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ജയിലിൽ പോവാതെ അവൻ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി അവളുടെ കൂട്ടുകാരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര കയറി വരുന്നുണ്ട്. ചന്ദ്രയെ കണ്ടപാടെ അവൾ ആ ഫോൺ ഓഫാക്കി മാറ്റിയേക്കാണ്. എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പം, ഓ എന്ത് പറയാനാ മോളെ, നീ പറഞ്ഞ പോലെ ക്യാഷൊക്കെ ഞാൻ ചോദിച്ചു, ക്യാഷും കിട്ടി, അത് മോക്കറിയാലോ. പക്ഷേ അതുങ്ങളെ രണ്ടെണ്ണം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നില്ലല്ലോ എന്ന് പറയാണ്. എങ്കിലെന്താ ആൻറ്റി, ആ ക്യാഷ് കിട്ടിയില്ലേ? അവരെ രണ്ടുപേരെയും കാണുന്ന തന്നെ എനിക്ക് വെറുപ്പാ മോളെ. അവളെ ഉണ്ടല്ലോ ആ രേവതിയെ, അവളെ അങ്ങ് വലിച്ചു കീറണ തോന്നുന്നത്. അവളും അവളുടെ അമ്മയും അനിയത്തിയൊക്കെ വന്ന് എൻ്റെ കാലെ പിടിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തൊരു അഹങ്കാരമായിരുന്നറിയോ അവളുടെ അനിയത്തിക്കും അവൾക്കും. അവളുടെ തള്ള കുറേ നേരം നിന്ന് കരഞ്ഞു. എനിക്കാണെങ്കിലോ സഹിക്കാൻ ഇങ്ങോട്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്ര പറയുമ്പം ശ്രുതി പറയാണ്, അത് സാരല്ല ആൻറ്റി, നമുക്ക് പൈസ കിട്ടിയില്ലേ, നമുക്ക് കാശല്ലേ വലുത് എന്ന് ചോദിക്കാണ്. എങ്കിലും അതുങ്ങളെ പുറത്താക്കണമെന്നായിരുന്നു ശ്രുതി എൻ്റെ ആഗ്രഹം. എങ്കിൽ ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഇത്രയും കാശുണ്ടാക്കിയതാ എനിക്ക് മനസ്സിലാവാത്ത ആൻറ്റി. വല്ല പലിശയ്ക്ക് എടുത്ത് കാണും, പലിശ കൊടുത്ത് മുടിയിട്ട് രണ്ടും എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ഒരവസരം നമുക്ക് കിട്ടും ആൻറ്റി, അപ്പം രണ്ടിനെ നമുക്ക് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാം. എന്ത് ചെയ്യാനാ മോളെ, രവിയേട്ടൻ പറയാ അവരിവിടുന്ന് ഇറങ്ങിയാൽ രവിയേട്ടനും കൂടെ തന്നെ പോകുന്നു. അവളുടെ രക്ഷകനാണല്ലോ അദ്ദേഹം, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ആൻറ്റിക്കറിയോ, ആൻറ്റി ഇവിടുന്ന് പോയ ശേഷേ സച്ചിൻ രേവതി പറഞ്ഞത് ഞാൻ കേട്ടതാ. ഞാൻ നോക്കിയപ്പോഴേ അവർ മുറിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താന്ന് കേട്ടപ്പോൾ അവർ പറയാ, ഇനിയിപ്പോൾ അമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ സാരില്ല, നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാലോ, അമ്മയുടെ മുഖം കാണണ്ടല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ആൻറ്റി. അങ്ങനെ പറഞ്ഞോ? അതെ, അവർ പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇനി ഒരിക്കലും ആ തള്ള ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. ശകനം അതിനെപ്പോലൊരു വൃത്തികെട്ട സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അവരിങ്ങോട്ട് വരാതിരിക്കുവാണെങ്കിൽ ഈ വീടിന് സമാധാനം കിട്ടിയെന്നൊക്കെ അവരിരുന്ന് പറയായിരുന്നു. അമ്മ പോയതിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. തിരികെ വരാതിരിക്കാൻ വേണ്ടിയാ രേവതി മനഃപൂർവ്വം ഇവിടുന്ന് പോവാതിരുന്നത്. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കേസ് വെക്കാന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ഓഹോ അങ്ങനെയല്ലേ, എങ്കിലേ അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അവക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അവൾ അനുഭവിക്കാൻ പോണതേ ഉള്ളൂ. ഇതുവരെ ചെയ്തൊന്നുമല്ല അമ്മായിമ്മ പോര്, ഇനി അങ്ങോട്ട് കാണാൻ പോണതാ അമ്മായിമ്മ പോര്. ഞാൻ അവക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രാമുറിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം ഡോർ അടച്ചിട്ട് ശ്രുതിയാണെങ്കിൽ സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഫോണിൽ ആ കൂട്ടുകാരി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കൂട്ടുകാരി കട്ടാക്കിയിട്ടില്ല കേട്ടോ. അവൾ സംസാരിക്കുകയാണ്. ഹലോ എന്ന് വെക്കുമ്പോൾ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇല്ലാത്ത കാര്യമൊക്കെ ആ തലയോട് പറഞ്ഞു കൊടുക്കാൻ പോണത്? എൻ്റെ പൊന്നു മോളെ, അവള് ആ സച്ചിൻ രേവതിയും എനിക്ക് ഭയങ്കര പാരയാ. എൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് അവരത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനത്തെ ഓരോ പണി ഞാൻ കൊടുക്കുന്നത്. എന്നെ ചൊറിയാൻ വരുമ്പം ഒരു പണി ഞാൻ അങ്ങോട്ട് കൊടുക്കും. അവരതിൽ നിന്ന് കരകയറി വരാനേ കുറച്ച് താമസാ. ആ സമയം നമുക്ക് എസ്കേപ്പ് ആവാമല്ലോ, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ആ നവീൻ ദാസും ആന്റണിയും നിന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ, അത് നീ മറക്കണ്ട. ഏത് നിമിഷവും നിന്റെ ഈ കള്ളങ്ങളെല്ലാം പൊളിയും. ഇപ്പൊ അവിടെ നിറങ്ങിപ്പോയാ നിന്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവരായിരിക്കും നിന്നെ കൊന്നു കുഴിച്ചുവിടാൻ പോണത്. അത് നീ സൂക്ഷിച്ചോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതി ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചോടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവള് രാവിലെ തന്നെ അവൾക്ക് പൂവിക്കാനായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ അവൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശയും ഇഡ്ഡലിയും അതുപോലെ സാമ്പാറും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം അവൾ കുളിക്കാനായിട്ട് അവളുടെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര ആരും കാണാതെ വന്ന് ആ സാമ്പാറിലും ചമ്മന്തിയിലും നിറയെ ഉപ്പ് വാരിടുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവളെ ഹാളിൽ പോയിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രേവതി വന്നിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുകയാണ്. എല്ലാവരും ഹാളിൽ വന്ന് ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവള് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ.
ചമ്മന്തിയും സാമ്പാറും എല്ലാം വിളമ്പി കൊടുക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എല്ലാരും വിളമ്പി കഴിച്ചോളും, എല്ലാവർക്കും കൈയുണ്ടല്ലോ, മോൾ അവിടെ ഇരുന്ന് കഴിക്ക്, മോക്കും പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി ഇത്രയും പേരും കഴിച്ച് പ്രാർത്ഥന കഴിയിട്ട് വേണ്ടേ മോക്ക് പോകാനായിട്ട്, മോൾ അവിടെ നിന്ന് കഴിക്ക് എന്ന് പറയാണ്. ഈ സമയം രേവതിയും അവിടെ നിന്ന് കഴിക്കാൻ നടക്കുമ്പോഴേക്കും ചന്ദ്ര അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് തറയിലേക്ക് തുപ്പിയിടുന്നുണ്ട്. ഛേ, എന്ത് ചന്ദ്ര ഇത്, നീ എന്തായി കാണിക്കുന്നേ? ഞാൻ എന്താ കാണിക്കുന്നോ ആ സാമ്പാറും ചമ്മന്തിയും കൂടി രവിയേട്ടൊന്ന് ഒഴിച്ചു നോക്ക്, എന്നിട്ട് മനസ്സിലാവും. അപ്പൊ രവി അത് വയ്യ നാക്കി വെച്ച് നോക്കുമ്പോഴേക്കും ഭയങ്കര ഉപ്പായിരിക്കും. മോളെ ഇതെന്താ പറ്റിയത്? ഇത് ഭയങ്കര ഉപ്പാണല്ലോ. യോ, ഉപ്പോ? ഞാൻ കറി വെച്ചതിന് ശേഷം കൂട്ടി നോക്കിയതാണല്ലോ അച്ഛാ, എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയത് എന്നും പറഞ്ഞുകൊണ്ട് അവളിതിങ്ങനെ കയ്യിലൊഴിച്ച് നോക്കാണ്. അതേലോ, നല്ല ഉപ്പ്. ഷോ, ഇതെങ്ങനെ സംഭവിച്ചു? ചമ്മന്തി എടുത്ത് ഒഴിച്ചു നോക്കുമ്പോൾ അതിനും ഉപ്പ്. ഷോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല അച്ഛാ. അറിയില്ല, വേറെ എവിടെയെങ്കിലും സ്വപ്നം കൊണ്ടായിരിക്കും അവൾ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുമ്പം സച്ചി പറയാണ്, കഴിഞ്ഞ 1-2 വർഷമായിട്ട് രേവതിയാണല്ലോ ഇവിടെ പാചകം ചെയ്യാറ്, വേറെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല, ഇന്ന് വരെ അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുമില്ല. ഇപ്പൊ രേവതി പറയാണ്, അതെ, ഞാൻ കറി വെച്ച് രണ്ടും വെച്ചതിന് ശേഷം കൂട്ടി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് അടച്ചു വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയിട്ട് തിരികെ വന്നപ്പോഴാ ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ എന്തായാലും ഇതാരാ മനഃപൂർവ്വം ചെയ്തതാ, അല്ലാതെ ഞാനല്ല. രവീന്ദ്രൻ പറയാണ്, മോക്ക് ഉറപ്പാണോ? അതെ അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കൂട്ടി നോക്കിയിട്ടാ എല്ലാ ദിവസവും കറി വെച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ രുചിച്ചു നോക്കും, എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് പോവാറുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, അതെ, ഇന്ന് വരെ ചേച്ചിക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ലല്ലോ. ഇത്രയും കാലം കൊണ്ട് ചേച്ചിയുടെ ഫുഡല്ലേ ഇവിടെ എല്ലാവരും കഴിക്കുക, എന്ത് രുചിയായി ഫുഡിനൊക്കെ. ദേ, ഈ ശ്രീകാന്ത് അവന്റെ ഹോട്ടലിൽ ഇത്രയും പഠിത്തമൊക്കെ പഠിച്ചിട്ടുണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും എന്ത് രുചിയെന്നറിയോ ചേച്ചിയുടെ കൈപുണ്യത്തിന്? അത് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഉപ്പ് വാരിട്ടെങ്കിൽ അത് മനഃപൂർവ്വം വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കും, അല്ലാതെ ഒരു രക്ഷയില്ല. ചേച്ചിക്ക് ഒരിക്കലും ഇങ്ങനെ അബദ്ധം സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ എന്ന് വർഷം പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അബദ്ധമൊക്കെ ആർക്ക് സംഭവിക്കാൻ വർഷേ, ഇതിപ്പോ കൈതട്ടി അറിയാതെ വീണതാണെങ്കിലോ? അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, ശരി ശരി, മതി മതി, എല്ലാരും കൂടി ബഹളം വെക്കാൻ നിൽക്കണ്ട, എല്ലാരും ഒഴിച്ചത് മാറ്റിവെക്ക്, എന്നിട്ട് നേരെ പോയിട്ട് ശ്രുതി, വർഷേ, നീയും കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്ക്, എല്ലാവർക്കും സമയം പോയില്ലേ. അപ്പൊ വർഷ ചാടി എഴുന്നേക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അയ്യോ അങ്കിളെ, എനിക്ക് സമയം പോയി, എനിക്ക് പാർലറിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അയ്യോ ശ്രുതി, നമുക്ക് കഴിച്ചിട്ട് പോകാം. എന്റെ പൊന്നു ശ്രുതി, അങ്ങോട്ട് എഴുന്നേറ്റേ, രാവിലെ തന്നെ ശ്രുതിക്ക് പോണോന്ന് പറഞ്ഞല്ലേ, ബാ ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ശ്രുതി കൊണ്ടുപോവാണ്. നിന്നാല് കറിയൊക്കെ വെക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ശ്രീകാന്ത് പറയാണ്, ചേച്ചി ഞാൻ സഹായിക്കാം, ബാ വർഷേ എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയും കൂടി അടുക്കളയിലേക്ക് പോവാണ്. സച്ചിയും ഈ കൂടെ തന്നെ അവരോട് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ചമ്മന്തിയൊക്കെ അരച്ച് വേറെ സാമ്പാറും അവർ റെഡിയാക്കാണ്. അങ്ങനെ 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാക്കി വീണ്ടും അവര് ഹാളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ, ടേബിളിൽ കൊണ്ടുവെക്കാണ്. അങ്ങനെ അതൊഴിച്ച് ഇവരെല്ലാരും കഴിക്കാണ്. ചന്ദ്ര പറയാണ്, രാവിലെ തന്നെ അത്രയും സാധനം അവൾ വേസ്റ്റ് ആക്കി, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചോന്ന് അല്ലല്ലോടി എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, മനഃപൂർവ്വമായിട്ട് രാവിലെ നീ വഴക്കുണ്ടാക്കാനിരിക്കുകയാണ് ചന്ദ്രൻ, അതിനിപ്പോ എന്താ, ഒരു പാത്രം സാമ്പാർ പോയി, അതിപ്പോ എന്ത് ചെയ്യാനാവും? അവളുടെ തെറ്റല്ലെന്ന് അവള് പറഞ്ഞല്ലോ, അവളെ തന്നെയാ മേലോട്ടും കീഴോട്ടും നോക്കി നിന്നിട്ട് വാരിയിട്ട് കാണും, എല്ലാവർക്കിട്ടും ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്, അത് ഇവളുടെ സ്ഥിരം പണിയല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മ കൂടുതലൊന്നും പറയണ്ട, ഈ വീട്ടിലേക്കുള്ള ചിലവിനുള്ള പൈസ ഞങ്ങളും കൊടുക്കുന്നുണ്ട്, അതില് രേവതിയുടെ പങ്കുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പറയാനുള്ള ഒരു അവകാശമില്ല, മര്യാദയ്ക്ക് കഴിച്ചിടിച്ച് പോവാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, നീ ആരടാ എന്നോട് പറയാൻ? എന്റെ പൊന്നു ചന്ദ്രേ, ഒന്നും മിണ്ടാതിരിക്കാവോ? ഇത് ആഹാരം കഴിക്കുന്ന സ്ഥലമല്ലേ, എവിടെയെങ്കിലും നിന്റെ വായം കൊണ്ട് നടങ്ങിയിരിക്കാവോ? സച്ചേട്ടാ, മിണ്ടാതിരിക്കേ, കഴിഞ്ഞില്ലേ, നമുക്ക് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോവാം, എനിക്ക് സമയമില്ല. അങ്ങനെ ശ്രീകാന്തും വർഷയും അതുപോലെ സച്ചിൻ്റെ എല്ലാം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകണുണ്ട് കേട്ടോ. ഇതിനുശേഷം ചന്ദ്രയാണെങ്കിൽ മുറിയിലേക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കഥ അടച്ചിട്ട് രവീന്ദ്രൻ കയറി വരുന്നുണ്ട്. എന്താ രവിയേട്ടാ, രാവിലെ സാമ്പാറിലും ചമ്മന്തിയിലും ഉപ്പാര വാരിട്ടെ? അത് പിന്നെ അവളായിരിക്കും രവിയേട്ടാ, അവളെ മനഃപൂർവ്വം ചെയ്തതാ. അപ്പോഴാണ് കേട്ടോ വലിയൊരു ട്വിസ്റ്റ്. നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയുടെ കാരണക്കുട്ടി നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. രവിയേട്ടാ എന്ന് വിളിക്കുമ്പം, ഇതേ മക്കളുടെ മുമ്പിൽ ചെന്നാല് നിനക്കതൊരു നാണക്കേടാവും, അതുകൊണ്ടാ ഞാൻ രഹസ്യമായിട്ട് വന്നത്. മക്കൾ 6 പേരും പോയി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇവിടെ ആരും കാണില്ലല്ലോ,
എന്ത് അഹങ്കാരം ചന്ദ്രേ നീ കാണിച്ചത്? ഞാനൊന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്ത് തോന്നിവാസം കാണിക്കാന്നാണോ? രാവിലെ ആ പാവം പിടിച്ച പെങ്കൊച്ച് 4 മണിക്ക് എഴുന്നേറ്റാ. ഞാൻ കാണുന്നുണ്ട് അതിന്റെ പണിയും കഷ്ടപ്പാടും എല്ലാം. എല്ലാ ജോലിയും തീർത്ത് ആ പാവം പോകാനായിട്ട് കുളിക്കാൻ പോയ സമയത്ത് നീ അടുക്കളയിലേക്ക് പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ പോയിട്ട് ചെയ്തു വെച്ച പണിയല്ലേ ഇത്? അവളെ മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കാനായിട്ട്. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ അവളെ കിടന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്ക് അപ്പോഴേ മനസ്സിലായി നീ ഒപ്പിച്ച പണിയാണെന്ന്. രാവിലെ അവളെ വഴക്ക് പറയാനും ഒരലമ്പുണ്ടാക്കാനുമായിട്ട് നീ മനഃപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്താണെന്നും എനിക്ക് മനസ്സിലായി. ഇത്രയെങ്കിലും ഒന്നില്ലെങ്കിലേ എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. ഇത് നീയെ അർഹിക്കുന്ന തന്നെയാ. ഇനി മേലാൽ ഇമാതിരി പണി കാണിച്ചു പോകരുത്. മടുത്തു ഞാൻ. ഈ വീട്ടിലേക്ക് നീ എന്ന് കയറി വന്നോ അന്ന് തുടങ്ങിയ ശാപം എനിക്ക് എന്ന് പറയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാ നീ കാരണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ആ രേവതി വന്ന് കയറിയ പിന്നെയാണ് പ്രശ്നമെന്ന് നീ പറയാറുണ്ടല്ലോ. പക്ഷെ രേവതിയല്ല, നീ വന്ന് കയറിയ പിന്നെയാ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. മറന്നുപോയോ നീ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ സച്ചിമോൻ അത്രയൊക്കെ അനുഭവിക്കാൻ കാരണം നീ ഒറ്റയെടുത്തിയാ. അമ്മയുടെ സ്നേഹം എന്താണെന്നോ അച്ഛൻ്റെ കരുതൽ എന്താണെന്നോ അവൻ അറിഞ്ഞിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റയെടുത്തിയാ. ആ ശ്രുതി ചെയ്ത തെറ്റുകൾ പോലും നീ അവൻ്റെ തലയിൽ കെട്ടിവെക്കുകയല്ലായിരുന്നോ? അവന് വേണ്ടി ഇവൻ ജയിലിൽ പോയതല്ലേ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ എന്നെ കൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കരുത്. എൻ്റെ സച്ചിമോനെ രേവതിനെയും ഇനി ഉപദ്രവിച്ചാല് പിന്നെ ഈ ഭർത്താവെന്ന ഉദ്യോഗം ഞാനങ്ങ് കളയും. എനിക്ക് നാടും വീടും ഒക്കെയുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലേക്ക് അങ്ങ് പോകും. പിന്നെ നിനക്കും നിന്റെ ബാക്കി ശ്രുതിക്കും ശ്രീകാന്തിനും അവരുടെ മരുമക്കൾ കൂടി ഇവിടെ ജീവിക്കാം. എൻ്റെ കൂടെ വന്നോളും എൻ്റെ സച്ചിൻ രേവതിയും എന്നൊക്കെ പറയാണ്. ഇനി ഈ അടി കിട്ടാതിരിക്കണമെങ്കിൽ നീ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ അടിച്ചിൻ്റെ പല്ല് ഞാൻ പറിക്കും, അതും മക്കളുടെ മുമ്പ് വെച്ച് എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഒരു അപമാനമാവാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാ അവരുടെ മുമ്പ് വെച്ച് ഞാൻ നിന്നെ അടിക്കാത്തതും ഒന്നും പറയാത്തതും. അതൊരു ലാക്കായിട്ട് നീ കണക്കാക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങാണ്. അടി കിട്ടിയപാട് ചന്ദ്രയ്ക്ക് ആകെപ്പാടെ വിഷമവും ദേഷ്യവും നാണക്കേടും ഒക്കെ ആവുന്നുണ്ട്. രവീന്ദ്രനപ്പോൾ ഓൾറെഡി മനസ്സിലായി ഇതെല്ലാം ചെയ്തത് ഇവളാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കൊക്കെ ഏകദേശം സച്ചിക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു, മനഃപൂർവ്വമായിട്ട് ഇവൾ ചെയ്തതാണെന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ ചന്ദ്രമതി അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് കേട്ടോ നമ്മുടെ രവിയേട്ടൻ കൊടുത്തത്. ആദ്യമായിട്ടാണ് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്ര അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഒരു വാക്കുപോലും രവിയോട് മിണ്ടാതെ ഇരിക്കുകയാണ്. അന്ന് മൊത്തം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. സച്ചിയുടെ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്നത് പുറകെ തന്നെ രേവതിയും വരുന്നുണ്ട്. രേവതിയാണെങ്കിലോ ആകെപ്പാടെ തളർന്ന് ക്ഷീണിച്ചവരാണ്. എന്തു പറ്റി രേവതി? നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. നല്ല വെയിലില്ല സച്ചേട്ടാ, അതിൻ്റെ ആയിരിക്കും. സച്ചേട്ടൻ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. എനിക്കിന്നൊരു ഓട്ടോ ഉള്ളായിരുന്നു, ഞാനതിൽ AC-ക്കകത്ത് ഇരുന്ന് പോണത്. നിന്നെപ്പോലെ വെയിലും കൊണ്ട് നടക്കല്ല, നീ മര്യാദയ്ക്കൂടെ ഇരിക്കാൻ നോക്ക്. ഞാൻ പോയിട്ടെ കുറച്ച് നാരങ്ങാവെള്ളം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവളെ അവിടെ എടുത്തിട്ട് സച്ചി അടുക്കളയിലേക്ക് പോയിട്ട് നാരങ്ങാവെള്ളമൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് രവി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. രവി ചോദിക്കുകയാണ്, മോളൊന്നും വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചല്ലോ, മോള് പോയിന്ന് കുളിച്ചിട്ട് വരാൻ മേലായിരുന്നോ? സച്ചേട്ടൻ നാരങ്ങാവെള്ളം തരാമെന്ന് പറഞ്ഞു. അത് കുടിച്ചിട്ട് പോയാൽ മതി, വെയിലൊന്ന് തലേ താന്നിട്ടേ ആ ഒരു വേർപ്പൊക്കെ താന്നിട്ട് കുളിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കും എന്ന് പറയാണ്. അല്ല അമ്മ എവിടെ വെച്ചാന്ന് ചോദിക്കുമ്പം മുറിയിലെങ്ങാനും കാണും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛനും അവനും അതുപോലെ രേവതിക്കും പിന്നെ അമ്മയ്ക്കുള്ള നാരങ്ങാവെള്ളമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലച്ചാ അമ്മ എവിടെ? മുറിയിലെങ്ങാനും കാണും, ഞാൻ വിളിക്കട്ടെ, അവള് വേണമെങ്കിൽ ഇറങ്ങി വന്നോളും, ആരും വിളിക്കാനും നിൽക്കണ്ട. എന്താച്ചാ എന്തോ രണ്ടുപേരും തമ്മിൽ തല്ലുകൂടിയും തോന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമാടാ, ഇവിടെ എന്നും ഉള്ള പോലെ തന്നെ പ്രശ്നങ്ങൾ, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. അവളുടെ അഹങ്കാരം എന്ന് കുറയുന്നോ അന്ന് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഇവരിരുന്ന് ആ വെള്ളമൊക്കെ കുടുംബങ്ങളിലേക്കും ചന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരാം കേട്ടോ. ചന്ദ്രയുടെ ഇടത് കവളത്തായിട്ട് ചെറിയൊരു പാട് കാണുന്നുണ്ട്. രാവിലെ അടിച്ചതാണല്ലോ, വൈകുന്നേരം ആയപ്പോഴും ആ പാടെല്ലാം അങ്ങോട്ട് മാഞ്ഞിട്ട് ചെറിയ ചുമപ്പായിട്ടവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴേ രേവതിക്ക് സച്ചിക്കും എന്തോ സംശയം തോന്നുകയാണ്. വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം അവർ മുറിയിലേക്ക് കുളിക്കാനായിട്ട് കയറി പോകുന്നുണ്ട്. ചന്ദ്രൻ വന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. രവി ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പിണക്കം മാറിയില്ലേ? എനിക്കാരോടും പിണക്കമൊന്നുമില്ല. പിണക്കമുണ്ടായിട്ടും കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീട്ടിലുള്ളവരെ കൂടി അറിയിക്കാൻ നിൽക്കണ്ട, നാണക്കേട് നിനക്ക് തന്നെയാ. ഭർത്താവിൻ്റെ ഇന്ന് ഇമാതിരി കാര്യത്തിന് തല്ലുകൊണ്ടെന്നറിഞ്ഞാലേ നാണക്കേട് അതിൻ്റെ നിനക്ക് തന്നെ ആയിരിക്കും. അഹങ്കാരം കുറച്ചു വെച്ചാൽ ഇനിയും മര്യാദക്കിരിക്കാം, ഇമാതിരി പണി കാണിച്ചാലേ ഇനിയും തല്ല് കിട്ടും എന്ന് രവീന്ദ്രൻ പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പത്രവാക്യോടെ രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ചന്ദ്രയ്ക്കാണെങ്കിലും ആകെപ്പാടെ അങ്ങ് ദേഷ്യം വന്നിട്ട് അങ്ങ് സഹിക്കാനാവുന്നില്ല കേട്ടോ. ഈ സമയം രേവതി മുറിയിലേക്ക് പോയിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ശ്രദ്ധിച്ചോ, അമ്മയുടെ ഇടത്ത് കവളത്ത് ഒരു പാട്.
ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അച്ഛനമ്മയും തമ്മിൽ എന്തോ ഉടക്കുണ്ടെന്ന് വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. അമ്മയുടെ കവളത്തൊരു പാടുകൂടി കണ്ടപ്പോൾ എനിക്കത് ഓക്കെ ആയി. അല്ല സച്ചേട്ടാ, അച്ഛൻ അങ്ങനെ അമ്മയെ തല്ലോ? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മനുഷ്യരല്ലേ, സഹി കേട്ടാൽ ആരും ചെയ്തു പോയില്ലേ? അമ്മയുടെ സ്വഭാവം അങ്ങനത്തെയല്ലേ. അല്ല, അച്ഛൻ അങ്ങനെ അടിച്ചു കാണുമോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ചിലപ്പോൾ ഒരു തല്ല് കൊടുത്തു കാണും രേവതി. അമ്മ അത് അർഹിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. അച്ഛനൊരു അടി കിട്ടിയാലെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ. നല്ല വിരലിന്റെ പാടുമുണ്ട്. ശരിക്കും അച്ഛൻ തല്ലി തന്നെയാണോ തോന്നുന്നത്? അപ്പം രേവതി പറയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പായി. രാവിലെ സാമ്പാറിലും ചമ്മന്തിയിലും ഒക്കെ ആ ഉപ്പെങ്ങനെ വന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സച്ചേട്ടാ. അത് അമ്മ മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നതാ. നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എനിക്ക് അപ്പോഴേ മനസ്സിലായി അമ്മ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. എന്തായാലും അച്ഛനപ്പം അങ്ങനെ പറഞ്ഞ് ഇടപെട്ടത് കൊണ്ട് ആ പ്രശ്നം അതോടെ ഇല്ലാതായി. നമ്മളെല്ലാം പോയതിനു ശേഷം അമ്മയെ പിടിച്ച് അച്ഛൻ വിചാരണ ചെയ്ത് കാണും. അപ്പം കൊടുത്തതായിരിക്കും ആ ഒരടി. എന്തായാലും അമ്മയ്ക്കത് ആവശ്യമാണ്. രേവതി പറയാണ്, ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ സച്ചയുടെ വീട്ടില്. ഞാൻ പോയാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഈ വീട്ടിലെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലോ അമ്മയ്ക്കെങ്കിലും കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ. എന്നെ കാണുകയും എന്നോട് താമസിക്കാൻ ചെയ്യുന്നതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഈ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം. അച്ഛനും അമ്മയും കൂടി ഞാൻ കാരണം അടി ഉണ്ടാക്കണ്ട. ഞാനിവിടുന്ന് പോയാൽ എല്ലാം തീരുമല്ലോ എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, അങ്ങനെ നീയും ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോണില്ല. നമ്മുടെ അച്ഛനവിടെ ഉണ്ടോ നമ്മൾ അവിടെ നിൽക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അങ്ങനെ അമ്മയെ പേടിച്ച് നമുക്കിവിടെ നോടേണ്ട കാര്യമൊന്നുമില്ല. ഇത് അമ്മയുടെ വീടൊന്നുമല്ല, അമ്മയുടെ സ്ഥലമായിരിക്കാം. പക്ഷെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായത്. ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നും നമുക്കില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 50 ലക്ഷം കണ്ടുകൊണ്ട് പോയ ആ സുധിയോ? നിന്റെ സ്വർണം അടിച്ചോണ്ട് പോയില്ലേ അമ്മയും സുധിയും കൂടി? അതൊന്നും തെറ്റില്ലേ അവർ ചെയ്തത്? അവരൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല. ശരത്തിന്റെ പേരും പറഞ്ഞ് നമ്മളെ എന്തുമാത്രം അവർ ദ്രോഹിക്കുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അമ്മ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി, അതെല്ലാം നീ മറന്നു പോയോ? അത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നമ്മളിവിടെ നിന്ന് പോയില്ലല്ലോ. നമ്മളിവിടെ പിടിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ നിൽക്കും. എന്തെങ്കിലും ഒരിക്കൽ അമ്മയ്ക്ക് നിന്റെ മഹത്വം മനസ്സിലാവും. നിന്നെ എന്നെ അമ്മ സ്നേഹിക്കും. ഞാൻ അമ്മയുടെ സ്വന്തം മോനായിട്ട് പോലും അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. പിന്നല്ലേ മരുമോളായ നിന്നെ. കാശില്ലാത്തോണ്ടാ നമ്മളെ അമ്മയ്ക്ക് കണ്ണുടാത്തത്. ഇപ്പൊ ഞാനും നീയും കുറച്ച് കാശുണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിലേ അമ്മയ്ക്ക് നല്ല സ്നേഹമായിരിക്കും എന്ന് സച്ചി പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിൻ്റെ രേവതിയും കൂടി അവിടെ ഫ്രഷൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവർ താഴേക്കും വരുന്നുണ്ട്. ശ്രീകാന്തും വർഷയും വരുന്ന സമയത്തും സുധിയും വരുന്ന സമയത്തും അമ്മയുടെ കവളത്തെ ആ പാട് കാണുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, അയ്യോ അമ്മേ, എന്താ കവളത്തൊരു പാട്? അത് ആ ഭിത്തിയുടെ സൈഡിൽ ഇടിച്ചതാ, കയറിപ്പോയപ്പം അറിയാതെ. വർഷ പറയാണ്, കണ്ടിട്ട് ഇടിച്ച പോലെ തോന്നുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ തോന്നുന്നത്? അത് ഇടിച്ചത് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോവാണ്. ഈ സമയം വർഷ മുറിയിലേക്ക് പോയിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്തെ, നിനക്കൊരു കാര്യം മനസ്സിലായോ? രാവിലെ ചമ്മന്തിയിലും സാമ്പാറിലൊക്കെ ഉപ്പ് വാരിട്ടത് ആരാന്ന് നിനക്കറിയോ? അത് പിന്നെ എന്ന് പറയുമ്പം സംശയിക്കൊന്നും വേണ്ട, നിന്റെ അമ്മ തന്നെയാ. നിന്റെ അമ്മയാ ഇതുമാതിരി ചീപ്പ് പണിയൊക്കെ ഇവിടെ കാണിക്കുള്ളൂ. പിന്നെ ശ്രുതിയേട്ടത്തെയും ശ്രുതിയേട്ടനും അമ്മ തന്നെയാ ആ പണി കാണിച്ചത്. അതിൻ്റെ ഉള്ള പ്രതിഫലമാ ആ കവളത്ത് കിടക്കുന്നേ. നമ്മളെല്ലാം പോയി കഴിഞ്ഞേ അച്ഛൻ നല്ല തല്ല് കൊടുത്തിട്ടുണ്ട്. ആ കവളത്ത് കാണുന്നെന്ന് പറയാണ്. ഏയ്, എൻ്റെ അച്ഛൻ അങ്ങനെ തല്ലാറൊന്നും ഇല്ലാത്ത അച്ഛനായിരിക്കാം. പക്ഷെ അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ട് അമ്മ അടി ചോദിച്ചു വാങ്ങുമല്ലോ. എനിക്ക് ഉറപ്പാ ഇത് അമ്മ തന്നെ ചെയ്ത പണിയാ. ആൻറ്റി അങ്ങനെ ചെയ്തതുകൊണ്ടാ അങ്കിള് നല്ല തല്ല് വെച്ച് കൊടുത്തതെന്ന് എനിക്ക് ഉറപ്പാ. എങ്കിലും ആൻറ്റി ഇത് അർഹിക്കുന്നുണ്ട് എന്ന് പറയാണ്. പക്ഷേ ശ്രീകാന്തും രേവതിയുടെ സച്ചിടത്തേക്ക് പോയിട്ട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പം അവരും പറയാണ്, ഞങ്ങളിതേപ്പറ്റി തന്നെ സംസാരിച്ചത്. അമ്മയ്ക്ക് ഒരു തല്ല് കിട്ടിയെന്നാണ് തോന്നുന്നത്. രണ്ടുപേരും പിണക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ആൻറ്റി കാണിച്ചത് എന്ത് മോശം പരിപാടിയാ. അത്രയും കഷ്ടപ്പെട്ട് രാവിലെ ചേച്ചി ഉണ്ടാക്കി വെച്ചതല്ലേ. അതിലൊക്കെ അമ്മാതിരി പണി കാണിക്കാന്ന് പറഞ്ഞാൽ എത്ര ചീപ്പാ അല്ലേ. ഇമ്മാതിരി ചീപ്പ് പണിയൊക്കെ കാണിക്കാനേ ആൻറ്റിയെ കൊണ്ടേ പറ്റുള്ളൂ. അതിന് അങ്കിൾ ഒരെണ്ണം കൊടുത്തെങ്കിലേ ഒരു തെറ്റും പറയാനില്ല. ഭർത്താവിന് ഭാര്യ അടിക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇമ്മാതിരി തോന്നിവാസം കാണിച്ചാൽ ആരാണെങ്കിലും അടിച്ചു പോവില്ലേ ചേച്ചി എന്ന് ചോദിക്കാണ് കേട്ടോ. അങ്ങനെ ഒരു 4 പേരും അതിനെപ്പറ്റി ഡിസ്കസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.